വിദ്യാധിരാജ ശ്രീ ചട്ടമ്പിസ്വാമികൾ ജീവകാരുണ്യ നിരൂപണത്തിൽ മാംസഭുക്കുകളെയും സസ്യഭുക്കുകളെയും തരംതിരിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗം നോക്കാം. മാംസഭുക്കുകളായ സിംഹം, കടുവ മുതലായ ജന്തുക്കളെ ദുഷ്ടമൃഗങ്ങളെന്നും, സസ്യഭുക്കുകളായ പശു, ആട്, മാൻ മുതലായവയെ സാധുമൃഗങ്ങളെന്നും പറഞ്ഞു വരുന്നു. എന്നാൽ സിംഹാദികൾക്ക് സ്വാഭാവികമായി മാംസമേ വേണ്ടൂ. പ്രയാസപ്പെട്ടാലും വല്ലപ്പോഴും അതിന് മാംസമേ കിട്ടുകയുള്ളൂ. നമുക്കോ മാംസാഹാരം കഷ്ടപ്പെട്ട് പരിചയിക്കുന്നതും എളുപ്പത്തിൽ ലഭിക്കാത്തതുമാണ്. നമ്മെപ്പോലെയാണ് അന്യജന്തുവിന് വേദന എന്നുള്ള വിവേകവും മനുഷ്യനാണുള്ളത്. അതുകൊണ്ട് ദുഷ്ടമൃഗങ്ങൾ അല്പവും കുറ്റവാളികളല്ല. അപ്പോൾ ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ചട്ടമ്പിസ്വാമികൾ പറയുകയാണ്, മൃഗങ്ങൾക്കില്ലാത്ത ചില വിശേഷ ഗുണങ്ങൾ മനുഷ്യർക്കുണ്ട്. അത് എന്താണത്? വേദനയെ, അന്യജന്തുക്കൾക്ക് വേദന ഉണ്ടാകുമെന്നുള്ള ആ അനുഭവം മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഒരാളെ വേദനിപ്പിച്ചാൽ അയാൾ വേദനിക്കും എന്ന ആ ബോധം മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യനാണ് മൃഗങ്ങളെക്കാൾ കൂടുതൽ ഈ അഹിംസ ജീവിതത്തിൽ തുടരേണ്ടത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദുഷ്ടമൃഗങ്ങൾ അല്പവും കുറ്റവാളികളല്ല. ഈ മനുഷ്യനാണ് എല്ലാ കുറ്റവുമുള്ള ദുഷ്ടദ്രോഹി. ന്യായസ്ഥനായ മൃഗത്തിന് ദുഷ്ട എന്ന വിശേഷം കൊടുത്ത സ്ഥിതിക്ക് മനുഷ്യന് ദുഷ്ട എന്ന വിശേഷം കൊടുക്കണം. സിംഹാദികൾ വിശക്കുമ്പോൾ വളരെ കാത്തിരുന്ന് എന്തിനെയെങ്കിലും കിട്ടിയാൽ ക്ഷണം കൊണ്ട് ഭക്ഷണം കഴിക്കും. മനുഷ്യനാകട്ടെ മോഷ്ടിച്ചോ ബലാത്കാരമായോ വിലയ്ക്ക് വാങ്ങിയോ മുൻകൂട്ടി കൊണ്ടുവന്ന് അതിനെ പട്ടിണിയിട്ട് വേലയെടുപ്പിച്ച് കഷ്ടപ്പെടുത്തി അവസാനം ചിത്രവധം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സ്ഥിതിക്ക് ഇവനെ വളരെ വളരെ കൂടുതൽ ദുഷ്ടനെന്ന് പറയണം. മൃഗം മറ്റൊന്നിനെ ഉപദേശിച്ച് മാംസം തീറ്റാറില്ല. മനുഷ്യരോ എന്ത് കഷ്ടമാണെന്ന് നോക്കൂ. അവർ കൊല്ലാതിരിക്കുന്നവരോട് ദുർന്യായങ്ങൾ പറഞ്ഞ് അവരെയും ഹിംസയിലേക്ക് നയിക്കുന്നു. അതിനാൽ മനുഷ്യന് അസംഖ്യം ദുഷ്ടപ്പട്ടം തന്നെ കൊടുക്കണം. അപ്പോൾ ചട്ടമ്പിസ്വാമികൾ പറയുന്നത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുമെന്നുള്ള ബോധം മനുഷ്യന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, മൃഗങ്ങൾ വിശപ്പ് മാറാൻ വേണ്ടി മാത്രമാണ് ഭക്ഷിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ സ്ഥിതി അതല്ല. അതുകൊണ്ട് ദുഷ്ടമൃഗങ്ങളെ ദുഷ്ട എന്ന ശബ്ദം കൊണ്ട് വിശേഷിപ്പിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ദുഷ്ടശബ്ദം ഉപയോഗിച്ച് വേണം മനുഷ്യനെ വിശേഷിപ്പിക്കാൻ. അപ്പോൾ ശരിക്കും ഒരു ദുഷ്ടപ്പട്ടം തന്നെയാണ് ഹിംസാവാദിയായ മനുഷ്യന് കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റു ചിലർ വാദിക്കുന്നുണ്ട്, അതായത് അഹിംസയോടെ ജീവിക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ശ്വസിക്കുമ്പോഴെല്ലാം തന്നെ ഒരുപാട് അണുക്കളെ നാം നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അഹിംസാവാദി എന്ന് പറയാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ചട്ടമ്പിസ്വാമികൾ പറയുന്ന മറുപടി ഇതാണ്: നാം അറിഞ്ഞുകൊണ്ടല്ല, ബോധപൂർവമല്ല അവയെ ദ്രോഹിക്കുന്നത്.
അവിടെ അറിഞ്ഞുകൊണ്ടല്ല ദ്രോഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ദ്രോഹത്തെ ദ്രോഹമെന്ന്, ഹിംസ എന്ന് പറയാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ പല അണുക്കളും ഇല്ലാതെ നശിച്ചു പോകുന്നുണ്ട് നാം ഭൂമിയിൽ ചവിട്ടി നടക്കുമ്പോൾ. അതുപോലെ സസ്യങ്ങൾ ആഹരിക്കുമ്പോൾ എല്ലാം തന്നെ ഒരുപാട് ജീവികൾ നശിച്ചു പോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം നാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണതെല്ലാം. അതായത് നാം അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കണമെന്നുള്ള ബുദ്ധിയോടു കൂടിയല്ല അത് ചെയ്യുന്നത്. ഒരു അണുവിനെ അല്ലെങ്കിൽ ഒരു ജീവിയെ ദ്രോഹിക്കണമെന്ന യാതൊരു ഉദ്ദേശവും നമുക്കില്ല. നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിനിടയിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് അതിനെ ഹിംസ എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഹിംസയുടെ കാരണങ്ങളും പറയണം. ഒരു സിംഹം നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമ്മൾ ആ സിംഹത്തെ കൊല്ലും. എന്താ കാരണം? നമുക്ക് വളരെ കാലം ജീവിച്ചിരിക്കണം. അതാണ്, നമുക്ക് വളരെ കാലം സുഖമായിട്ട് ജീവിക്കണം, അതിൻ്റെ മാംസം തിന്നണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നാം ഹിംസിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ കാലം ജീവിക്കണം. ഒരു ഹിംസമൃഗം നമ്മെ ദ്രോഹിക്കാൻ വരുമ്പോൾ നമ്മളതിനെ കൊല്ലുന്നത് കാരണം എന്താ? നമുക്ക് ഏറെക്കാലം ജീവിച്ചിരിക്കണം, അതുകൊണ്ടാണ് അതിനെ ഹിംസിക്കുന്നത്. മാത്രമല്ല, ആ ഭക്ഷണത്തിന് വേണ്ടി, മാംസത്തിന് വേണ്ടിയിട്ടാണ് നാം പലപ്പോഴും കൊല്ലുന്നത്. ഇതാണ് ഹിംസയ്ക്കുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ. അതേപോലെ തന്നെ സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ്. അപ്പോൾ കഴിയുന്നതും സസ്യങ്ങളെ ഒന്നും ഉപദ്രവിക്കാതിരിക്കുക എന്ന് ഇവിടെ ചട്ടമ്പിസ്വാമികൾ പറയുന്നുണ്ട്. അവയ്ക്കും ജീവനുണ്ട്. നമ്മുടേതായ എല്ലാ സംവേദന ശക്തികളും സസ്യങ്ങൾക്കും അതേപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവയെ കഴിയുന്നതും ഹിംസിക്കാതിരിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ഇവിടെ ചട്ടമ്പിസ്വാമികൾ പറയുന്നത്. അപ്പോൾ ഒരു പരിസ്ഥിതിവാദി കൂടിയായ ചട്ടമ്പിസ്വാമികളുടെ ആ പരിസ്ഥിതി സ്നേഹം സസ്യജാലങ്ങളിലേക്ക് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ മനുഷ്യരിലേക്കും മൃഗങ്ങൾക്കും മാത്രമല്ല, സസ്യാദി ജീവജാലങ്ങൾക്കും പരിസ്ഥിതിയോടും നാം അങ്ങേയറ്റം ഇണങ്ങി ജീവിക്കേണ്ടതാണ്. അവർക്കൊരിക്കലും ഒരു ദ്രോഹവും ചെയ്യാതെ ജീവിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടും ഈ കാര്യത്തിൽ ചട്ടമ്പിസ്വാമികൾ പറയുന്നത്. പിന്നീട് മാർഗതടസ്സം വരുത്തുന്നത് ഹിംസയാണെന്നാണ് പറയുന്നത്. ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് മാർഗതടസ്സങ്ങൾ, അതായത് ഈശ്വരൻ ഒരു ജീവിയെ സൃഷ്ടിക്കുമ്പോൾ പല പല പരിണാമങ്ങളിലൂടെ കടന്നുപോയി അവസാനം മോക്ഷപദത്തിലേക്കുള്ളൊരു യാത്രയായിട്ടാണ് ഒരു ജീവിതത്തെ കരുതേണ്ടത്. അങ്ങനെ മോക്ഷത്തിലേക്ക് വേണ്ടിയുള്ള ആ യാത്രയിൽ നാം ഒരു ജീവിയെ കൊല്ലുകയാണെങ്കിൽ ആ ജീവിയുടെ ആ മാർഗം നാം തടസ്സപ്പെടുത്തുകയാണ്. പിന്നെയും ആ ജീവിക്ക് വീണ്ടും ജനന മരണ ചക്രങ്ങളിൽപ്പെട്ട് ഒരുപാട് നാൾ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവി തൻ്റെ ജീവിതകാലം കൊണ്ട് മോക്ഷത്തിലേക്ക് നടന്നെടുക്കുകയാണ്. അപ്പോൾ ഒരു ജീവിയെ നാം ഹിംസിക്കുമ്പോൾ അല്ലെങ്കിൽ കൊല്ലുമ്പോൾ ആ ജീവിയുടെ യാത്രയ്ക്ക് തടസ്സം നിൽക്കുകയാണ് നാം ചെയ്യുന്നത്. ആ ജീവിക്ക് വീണ്ടും ജനിച്ച് അതേ ജീവിയായി അല്ലെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ട ജീവിയായി ജീവിച്ച് വീണ്ടും ഈ ജനനചക്രങ്ങളിൽപ്പെട്ട് വീണ്ടും വീണ്ടും ജീവിക്കേണ്ടതും മരിക്കേണ്ടതുമായി വരുന്നു. അപ്പോൾ ആ ജീവിയുടെ യാത്രയ്ക്ക്, സ്വാഭാവികമായ യാത്രയ്ക്ക് വലിയൊരു തടസ്സമാണ്
മനുഷ്യൻ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഒരു ജീവിയുടെ ഈ ആത്മീയ യാത്രയെ തടസ്സപ്പെടുത്താൻ, ഈ മോക്ഷത്തിലേക്കുള്ള യാത്രയെ തടസ്സപ്പെടുത്താൻ ഒരു ജീവിക്കും അവകാശമില്ല എന്നാണ് ഇവിടെ ചട്ടമ്പിസ്വാമികൾ ഇതിലൂടെ പറയുന്നത്. ഓം ശിവായ നമഃ.